നിങ്ങളൊരു ഒബ്സ്റ്റാക്കിൾ കടന്നു പോകുന്ന വ്യക്തിയാണ്, ഒരു പ്രശ്നത്തിൽ കടന്നു പോകുന്ന വ്യക്തിയാണ്. കൂടുതൽ പേരും ഒരു മെജോറിറ്റി പേര് ചിന്തിക്കുന്ന രീതിയൊക്കെ എന്തുകൊണ്ടാണ് ഇത് എനിക്ക് സംഭവിച്ചത്, എന്തുകൊണ്ട് ഞാൻ മാത്രം, വൈ ഗോഡ് ഇസ് ടെസ്റ്റിംഗ് മീ എന്ന രീതി മൈൻഡ് സെറ്റ് വെക്കുന്ന പേരാണ് കൂടുതൽ പേരും. സോ ഇവിടേക്ക് വരുമ്പോൾ കൂടുതൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളിലേക്കാണ്. അതായത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാലും ഒരു ഒബ്സ്റ്റാക്കിൾ സ്ട്രഗിൾ കടന്നു പോകുമ്പോൾ നമ്മൾ കൺട്രോൾ ഇല്ലാത്ത കാര്യത്തിലേക്ക് നമ്മൾ മൈൻഡ് കൂടുതലും പോകുന്നത്. ദാറ്റ്സ് ഹൗ ഹ്യൂമൻസ് ആർ ക്രിയേറ്റഡ്. നമ്മുടെ മൈൻഡ് സെറ്റ് കൂടുതൽ വർക്കിന് അങ്ങനെയാണ്. സോ ഇതിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് എനർജി ഫോക്കസ് ചെയ്യുമ്പോൾ, അനാവശ്യമായ കാര്യങ്ങൾക്ക് നമ്മളെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല. ഇതുപോലെ ചിന്തിക്കുന്ന വീക്ക് മൈൻഡ് സെറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അതായത് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ കൂടെ കണ്ടുവരുന്ന ലക്ഷണങ്ങളായിരിക്കും ഇതുപോലെ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഓക്കെ സോ എന്തുകൊണ്ടാണ് ഇതിന് സംഭവിച്ചത്, എന്താണ് ഇതിന് കാരണം, എന്താണ് ഇത് എനിക്ക് പഠിപ്പിച്ചിരുന്നത്, ദാറ്റ്സ് ഇറ്റ് പോയിന്റ്. എന്താണ് ഈ ഇഷ്യൂസ്, ഈ സ്ട്രഗിൾ എന്നെ പഠിപ്പിച്ച് തരാൻ ശ്രമിക്കുന്നത്, എന്ത് ലെസൺ ഈ സ്ട്രഗിളിൽ പഠിക്കാൻ കഴിയുക, അതുപോലെ എന്ത് കാര്യം എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. സോ ഇതെൻ്റെ ലൈഫിലേക്ക് വരും ദിവസങ്ങളിൽ ഹെൽപ്പ് ചെയ്യുമോ അതോ ഹെൽപ്പ് ചെയ്യാതിരിക്കുമോ, ഈ ഫ്യൂച്ചർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും എന്ന രീതിയിൽ ഇതിനൊരു ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ചിന്തിക്കുന്ന മൈൻഡ് സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഈ ഇൻസിഡൻറ്റ് സംഭവിച്ചത് എൻ്റെ കൺട്രോൾ കാര്യമല്ല, ഒരിക്കലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു, എപ്പം സംഭവിക്കുന്നു, മറ്റുള്ളവരെങ്ങനെ പ്രതികരിക്കും, ഒന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇവിടെ എൻ്റെ കൺട്രോൾ ഉള്ളത് നിങ്ങൾ ചിന്തിക്കുന്ന എങ്ങനെയായിരിക്കും, നിങ്ങൾ എൻ്റെ കൺട്രോൾ എടുത്ത് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന കാര്യത്തിലേക്ക് മാത്രമായിരിക്കും. ഇതാണ് സ്റ്റോയിഫിലോസ് മുന്നോട്ട് വെക്കുന്നത്. ഫോക്കസ് ഓൺ വാട്ട് വി ക്യാൻ കൺട്രോൾ. നമ്മൾ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ശ്രമിക്കാൻ നിൽക്കുക. ഈ സിറ്റുവേഷൻ എങ്ങനെ പ്രതികരിക്കുന്നു, അതുപോലെ തന്നെ ഏത് ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ എങ്ങനെ ചിന്തിക്കുന്നു, ഇതിലേക്ക് വരുമ്പോൾ അടുത്ത നിമിഷം എങ്ങനെ ബെസ്റ്റ് ചോയ്സ് എടുക്കാൻ കഴിയുന്നു എന്ന കാര്യത്തിൽ മാത്രം കൺട്രോൾ ചെയ്യാൻ കഴിയും. അല്ലാതെ ഇത് എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു, ഞാൻ മാത്രം എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നത്, എന്തുകൊണ്ട് ഗവൺമെൻറ് ടെസ്റ്റ് ചെയ്യുന്നത്, അതില്ലെങ്കിൽ എന്താണ് ഈ വെതറിന് സംഭവിക്കുന്നത്, എന്താണ് മറ്റുള്ളവർ പ്രതികരിക്കുന്നത് എന്നത് ചിന്തിക്കും. നിങ്ങൾക്കറിയാം ഇതൊരിക്കും നിങ്ങളെ കൺട്രോളുള്ള കാര്യമല്ല. ഗ്രോത്ത് മൈൻഡ്സിലുള്ളവർ ചിന്തിക്കുന്ന രീതി ഇങ്ങനെയായിരിക്കും, ഇതൊരിക്കും എൻ്റെ കൺട്രോളുള്ള കാര്യമല്ല, ഞാൻ ഇതിനെ എങ്ങനെ പ്രതികരിക്കുന്നു, ഞാൻ ഇതിങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന കാര്യത്തിൽ മാത്രമേ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. സോ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, എന്താണ് ഈ സിറ്റുവേഷനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, എന്ത് ലെസണായി ഇതിലേക്ക് പഠിക്കാൻ കഴിയാം, എന്ത് ഹാബിറ്റ് ഇതിലേക്ക് ബിൽഡ് ചെയ്യാൻ എന്ന രീതിയിൽ നിങ്ങൾ ആ മൂവ്മെൻറ്റ് നിങ്ങളെ ഫേവറിലേക്ക് മാറ്റാൻ ശ്രമിക്കാൻ നിൽക്കും. ഇതാണ് സ്റ്റോയിസിസം പറഞ്ഞത്. ഫോക്കസ് ഓൺ വാട്ട് വി ക്യാൻ കൺട്രോൾ. ഹൗ ഡു റെസ്പോണ്ട്, ഹൗ ഡു തിങ്ക്, ഹൗ ഡു റിയാക്ട്. ഈ ഒരു കാര്യം മാത്രമേ കൺട്രോളുള്ളൂ. ഇതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു, അതിന് സംഭവിക്കാൻ പാടില്ല എന്ത് ബ്ലെയിം ചെയ്യാതെ ഈ സിറ്റുവേഷൻ എങ്ങനെ നിങ്ങളുടെ ഫേവറിലേക്ക് മാറ്റാൻ ശ്രമിക്കാൻ കഴിയുക എന്ന കാര്യമായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഇതുപോലെ സ്ട്രോങ് മൈൻഡ് സെറ്റ് ഓരോ വ്യക്തികളെ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഇഞ്ചുറി, അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിഡൻറ്റ്, ഏതെങ്കിലും സ്ട്രഗിൾ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഷ്യൻസ് ബിൽഡ് ചെയ്യാം. അത് ഹാബിറ്റാണ്. ആ സിറ്റുവേഷൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്. നിങ്ങൾ ചിലപ്പോൾ നടക്കാൻ കഴിയാത്ത വ്യക്തിയാണെങ്കിൽ, കാല ഇഞ്ചുറി കാരണം നടക്കാൻ കഴിയാത്ത വ്യക്തിയാണെങ്കിൽ സ്പോർട്സോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ കഴിയുന്നില്ല. സോ ബാക്കിയുള്ള ബോഡി പാർട്സ് കൊണ്ട് നിങ്ങൾ എന്ത് ആക്ടിവിറ്റി ചെയ്യാൻ കഴിയും, ബാക്കിയുള്ള ബോഡി പാർട്സ് കൊണ്ട് നിങ്ങൾ എന്ത് തരത്തിലുള്ള സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ കഴിയും. സോ ഒറ്റക്കാലം മാത്രം നടക്കാൻ കഴിയുകയാണെങ്കിൽ ആ ലെഗിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ഒറ്റക്കൈ മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ആംസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. സോ നിങ്ങൾ ഈ രണ്ടും കഴിയാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ടൈമിൽ ആ മൈൻഡ് സെറ്റ്, പേഷ്യൻസിൻ്റെ മൈൻഡ് സെറ്റ്, അതുപോലെ തന്നെ വേറെ പല നോളജ്, വേറെ പല ഫീൽഡുകൾ എങ്ങനെ ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യാം. അന്നോ ഇസ്റ്റ് ഷിൽഹാർ സ്പോർട്സ് ഡിപ്രഷൻ ഫേസ് ചെയ്യുന്ന വ്യക്തി പലരുണ്ട്. സോ ഇതെന്ന് മാറിക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് ഉപയോഗിച്ചുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാൻ നിൽക്കും. ഒരിക്കലും ആ സിറ്റുവേഷൻ, ആ ഇൻസിഡൻറ്റിനെ നിങ്ങൾ ബാക്കോട്ട് വലിക്കാൻ സമ്മതിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ അത് വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാൻ നിൽക്കുക. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ പോലെ If you can't run, walk. If you can't walk, crawl. But by all means, keep moving. ചിന്തിക്കാൻ ശ്രമിക്കാൻ നോക്കുക. ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഇതുപോലെ മൈൻഡ് സെറ്റ്, കീപ് മൂവിങ് ഫോർവേഡ്, ലിവ് വിത്ത് ലൈഫ് വിത്ത് വാട്ട് യു ഹാവ്. അല്ലാതെ സ്ട്രഗിൾ വരുമ്പോൾ ഇത് എന്തുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇന്ന് ഗോഡ് ടെസ്റ്റ് എന്നൊരു ചിന്തിക്കാതെ യൂസ് ദ മൂവ്മെൻറ്റ് ഇൻ ടു ഫേവർ എന്ന മൈൻഡ് സെറ്റാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. സോ ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യാതെ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഓരോ സിറ്റുവേഷനും നിങ്ങൾക്ക് ബെസ്റ്റ് ഡിസിഷൻ, റാഷണൽ ലോജിക്കൽ ഡിസിഷൻ എടുക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ഏറ്റവും ഡിഫറെൻ്റായി മാറും. മറ്റുള്ള പലരും ഈ സിറ്റുവേഷൻ കൊണ്ട് ഫ്രസ്ട്രേറ്റ് ആയിരിക്കും, സ്കെയർ ആയി നിൽക്കും, അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻ്റ് നിൽക്കുന്ന വ്യക്തിയായിരിക്കും. ഈ നേരത്തിൽ അവിടെ ഇതുപോലെ മൈൻഡ് സെറ്റ് നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്കം, നല്ലൊരു ബെസ്റ്റ് ഡിസിഷൻ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. സോ ബിൽഡ് ദിസ് മൈൻഡ് സെറ്റ്. ഇതുപോലെ ഓരോ സിറ്റുവേഷനെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്
ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക എന്നൊക്കെ. അല്ലാതെ നിങ്ങളുടെ കൺട്രോൾ ഇല്ലാതെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് കൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാതെ എനർജി സ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നൊക്കെ. സോ സിയാ.